നമസ്കാരം. ലോക നേതാക്കളിൽ പലരും മരണഭയത്താൽ വ്യാകുലരായിരുന്നു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുമെന്ന് മുൻകൂട്ടി അവർക്ക് തന്നെ അറിയാമായിരുന്നു. 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസം മുമ്പ് ഭുവനേശ്വരിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധി ഇങ്ങനെ പറഞ്ഞു: ഞാൻ വധിക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ ഓരോ തുള്ളി ചോരയും ഈ രാജ്യത്തെ മണ്ണിന് വേണ്ടി സമർപ്പിക്കും. അത് തന്നെ സംഭവിച്ചു. സ്വന്തം അംഗരക്ഷകരാൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. ലോക നേതാക്കളെല്ലാം ഭീഷണി നേരിടുന്നുണ്ടെങ്കിലും പുതിയ കാലത്തെ സുരക്ഷാ വെല്ലുവിളി അതിസങ്കീർണമാണ്. പ്രത്യേകിച്ച് വിതച്ചത് കൊയ്യുന്ന പാരമ്പര്യമുള്ള അമേരിക്ക പോലുള്ള രാജ്യത്തെ നേതാക്കൾക്ക്. ലോകത്ത് പല രാജ്യത്തും സമാധാന പാലനത്തിന്റെ പേരിൽ അസമാധാനത്തിന്റെ വിത്ത് വിതച്ച അമേരിക്ക ഇപ്പോൾ അതിന്റെ തിരിച്ചടിയുടെ ഭീതിയിലാണ്. മുൻപൊന്നുമില്ലാത്ത വിധം അമേരിക്കൻ നേതാക്കൾ വധഭീഷണി നേരിടുന്നുണ്ട്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ US പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയരുകയാണ്. ഇതിനു മുൻപ് 2 പ്രാവശ്യം വധശ്രമം നേരിടേണ്ടി വന്നു ട്രംപിന്. ഇറാനിൽ നിന്നും വധഭീഷണിയുണ്ടെന്ന US ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഈ മുന്നറിയിപ്പിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. തന്റെ ജീവന് വലിയ ഭീഷണിയുണ്ടെന്നും മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ ആളുകൾ തോക്കുമായി തന്റെ ചുറ്റിലും നിൽക്കുകയാണെന്നുമാണ് ട്രംപ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ, തന്റെ ജീവൻ ഇപ്പോൾ ഇറാനിൽ നിന്നും ഭീഷണി ഉയർന്നിരിക്കുകയാണ്. മുഴുവൻ US സൈന്യവും ഈ വിഷയത്തെ നിരീക്ഷിക്കുകയാണ്. കാരണം ഇറാനിൽ ഇതിനോടകം തന്നെ നീക്കങ്ങൾ നടന്നു കഴിഞ്ഞു. എന്നാൽ അതൊന്നും നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇനിയും ശ്രമങ്ങൾ തുടരും. ഇതാർക്കും നല്ലതിനല്ല. ഇന്നിപ്പോൾ താൻ കൂടുതൽ ആളുകളാലും തോക്കുകളാലും ആയുധങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുകയാണ്. മുൻപൊരിക്കലും ഇതുപോലെ കണ്ടിട്ടില്ലെന്നുമാണ് ട്രംപ് പ്രതികരിച്ചത്. ട്രംപിന് നേരെ ആദ്യ വധശ്രമം ജൂലൈയിലാണ് ഉണ്ടായത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയാണ് വധശ്രമം ഉണ്ടായത്. മാത്യു ക്രൂക്സ് എന്ന 20-കാരനാണ് ട്രംപിനെതിരെ വെടിയുതിർത്തത്. വെടിവെപ്പിന് പിന്നാലെ ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. അക്രമിയുടെ കാറിൽ നിന്ന് സംശയകരമായ വസ്തുക്കളും കണ്ടെടുത്തു. ആക്രമണത്തിൽ ട്രംപിന്റെ ചെവിക്ക് പരിക്കേറ്റിരുന്നു. ട്രംപിന്റെ വലത്തെ ചെവിയിലും മുഖത്തും ചോര ഒഴുകുന്നതായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു. രണ്ടാമത്തേത് ഫ്ലോറിഡയിൽ ട്രംപ് ഗോൾഫ് കളിക്കുമ്പോഴായിരുന്നു സംഭവം. എന്നാൽ മറഞ്ഞിരുന്ന അക്രമിയെ വെടിവെക്കും മുമ്പ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയിരുന്നു. ഒരു US മാധ്യമ പ്രവർത്തകയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തീവ്രവാദം ഇന്ന് പഴയ തീവ്രവാദമല്ല. ആക്രമണത്തിന്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്ന, മനുഷ്യന് ചിന്തിക്കാൻ പോലും ആകാത്ത വിധം സങ്കീർണമായ സാങ്കേതിക വിദ്യയും ബുദ്ധിയുമാണ് ഭീകരപ്രവർത്തനത്തിനു പിന്നിൽ. അതുകൊണ്ട് തന്നെ സുരക്ഷയെക്കുറിച്ചുള്ള ഒരാശങ്കയും അസ്ഥാനത്തല്ല. ഈ വരുന്ന നവംബറിലാണ് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായ കമല ഹാരിസ് ആണ് ട്രംപിന്റെ മുഖ്യ എതിരാളി. 2016 2020 ശേഷം ഇത് 3-ാം തവണയാണ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയാകുന്നത്. 2016 ഹിലരി ക്ലിന്റനെ തോൽപ്പിച്ച് പ്രസിഡന്റായി. 2020 ജോ ബൈഡനോട് തോറ്റു. 2028 അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. അന്ന് ട്രംപിന് 82 വയസ്സുണ്ടാകും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.